കാരണം ദീനിൻ്റെ മൊത്തം സംഗതികളെ ചില ബേസുകളിലാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു ബേസുമില്ലാതെ വെറുതെ കുറേ ഹറാമും കുറേ ഹലാലും വെച്ചതല്ല. നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 5 കാര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും ഉണ്ടായത്. അതിന് തന്നെ മൊത്തം അസ്ല് 2 കാര്യമാണ്. ദീന നിയമങ്ങൾ മുഴുവനും ലക്ഷ്യം ഒറ്റ ലക്ഷ്യമാണ്. എന്തിനാണ് ദീന നിയമങ്ങൾ? എന്തിനാ കുറേ ഹറാമും ഹലാലും കുറേ നിയമങ്ങളൊക്കെ അല്ലാഹു തആല വെച്ചത്? വെറുതെ നമ്മളെ എടുക്കാതാക്കാൻ വേണ്ടി നിയമം വെച്ചതാണോ? ഒരിക്കലുമല്ല. നമ്മളെ എടുക്കാതാക്കാൻ വേണ്ടി അല്ലാഹു തആല കുറേ നിയമങ്ങൾ വെച്ചതല്ല. ഞാൻ വെച്ച എല്ലാ നിയമങ്ങളും നിശ്ചയിച്ചതിന് പിന്നിൽ അല്ലാഹു തആലക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ നന്മ, അതാണ് അള്ളാഹുവിൻ്റെ അടിസ്ഥാന ഉദ്ദേശം. അല്ലാതെ മനുഷ്യന്മാർക്ക് അല്ലാതെ അള്ളാഹ്ക്ക് നിയമം കൊണ്ടുള്ള കാര്യമുണ്ടോ? ഇപ്പം നമ്മളാരും മദ്യപിക്കാൻ പാടില്ല, അള്ളാഹ് നിശ്ചയിച്ച നിയമമാണ്. നമ്മൾ മദ്യം കഴിക്കാതിരുന്നാൽ അള്ളാഹ്ക്ക് അത് ലാഭമുണ്ടോ? ഒരു ലാഭമില്ല. മനുഷ്യന്മാരൊക്കെ മദ്യം ഒഴിവാക്കിയാൽ അള്ളാഹ്ക്കൊന്നും കിട്ടാനില്ല. എല്ലാവരും കൂടി മദ്യം കഴിച്ചാലോ അള്ളാഹ്ക്ക് നഷ്ടമില്ല. നഷ്ടമാർക്ക മനുഷ്യന്മാർക്കാണ്, മനുഷ്യർക്കാണ് നഷ്ടം. അപ്പോൾ മനുഷ്യന്മാരുടെ നഷ്ടമില്ലാതാക്കാൻ, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടി ആണ് ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളെയും അല്ലാഹു തആല നിശ്ചയിച്ചത്. അല്ലാത്ത നിയമമില്ല. ഏത് നിയമമാവട്ടെ അടിമകളുടെ മസ്ലഹത്ത്, അതാണ് അടിസ്ഥാന ലക്ഷ്യം. ഇപ്പോൾ പ്രശ്നമാണ് പറയും, ഇതിപ്പോൾ എഴുതാൻ പറ്റുന്ന മസാലിഹുൽ ഇബാദ് ആണ്. മസാലിഹുൽ ഇബാദ് എന്നാണ് പറയുക. മസാലിഹുൽ ഇബാദ്, ദീനിൻ്റെ ലക്ഷ്യം അതാണ്. ഇസ്ലാമിൽ നിയമങ്ങൾ വെച്ചത് ലക്ഷ്യമെന്ത്? ആ ലക്ഷ്യം അടിസ്ഥാനമായി നമുക്ക് പറയാവുന്നത് മസാലിഹുൽ ഇബാദ്, അടിമകളുടെ മസ്ലഹത്തുകൾ.